അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് വേണ്ടി ചങ്ക് പറിച്ച് നിൽക്കാൻ ഞാനും കൂടെ ഉണ്ടാകും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഇത്തവണ നാദാപുരത്തും ഉണ്ടാവും. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്താണ്. അഭിജിത്ത് മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. എങ്ങനെയൊക്കെയാണ് നാദാപുരത്തെ വിജയ പ്രതീക്ഷകൾ? ഒന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം ജയിക്കും. അത് ജയിക്കുന്നത് UDF ഒപ്പമായിരിക്കും. കേരളത്തിൻ്റെ ജയം അത് കോഴിക്കോടുണ്ടാകും, അത് കോഴിക്കോട്ട് എല്ലാ അസംബ്ലികളും ഉണ്ടാകും, നാദാപുരത്തും ഉണ്ടാകും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഇത്തവണ നാദാപുരത്തും ഉണ്ടാവും. നാദാപുരത്തെ ജനങ്ങൾ ഇപ്പം എൻ്റെ സംഘടനാ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നാദാപുരത്തോട് ചേർന്ന് നിൽക്കാനും പ്രവർത്തിക്കാനും സാധിച്ച ആളാണ്. ചേർന്ന് നിൽക്കുന്ന സമയത്തോളം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ആളുകളാണ് നാദാപുരത്തെ ജനങ്ങൾ. ഇത്തവണ നാദാപുരത്തെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് വേണ്ടി ചങ്ക് പറിച്ച് നിൽക്കാൻ ഞാനും കൂടെ ഉണ്ടാകും. നാദാപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാവുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. സ്ഥാനാർത്ഥി ചർച്ചകളിൽ തുടക്കം മുതലേ നിങ്ങളുടെ പേരുണ്ടായിരുന്നു. ചില സൂചനകൾ സ്വാഭാവികമായിട്ട് ചില സൂചനകൾ നേതൃത്വം മുൻപ് തന്നിരുന്നു. അപ്പോൾ അത് എൻ്റെ വ്യക്തി ജീവിതത്തിലെ സംഘടനാ ജീവിതത്തിലെ എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമായി. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തൊരു ഘട്ടം ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു അവസരം നൽകിയ പ്രസ്ഥാനത്തോട്, പാർട്ടി നേതാക്കളോട്, ശ്രീ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളോടുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നു. നാദാപുരം കുറേ കാലമായിട്ട് LDF ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFൻ്റെ ഒരു യുവരക്തം അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഏത് തരത്തിലായിരിക്കും അവിടുത്തെ പോരാട്ട കളരി? ഞാൻ പറഞ്ഞല്ലോ, നാദാപുരത്തെ ജനങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. ആ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവർ തയ്യാറാണ് എന്നാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നിന്നായി ലഭിക്കുന്ന അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറുകയാണല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ആളെ പരാജയപ്പെടുത്തിയാണ്, 1 ലക്ഷത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ശ്രീ ഷാഫി പറമ്പിൽ MP കടന്നുപോയത്. അതിനുശേഷം അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനും ആക്രമിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നടപടികൾ നമ്മൾ കണ്ടു. എന്നാലോ അതും ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം അത് വടകര പാർലമെന്റിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണ നിയമസഭയിലും ഉണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ 13 ഇത്തവണ UDFനൊപ്പം ജനങ്ങൾ. അതായത് മാറിയ കാല സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ UDFന്റെ വലിയ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ നാദാപുരം മേഖലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മലയോര മേഖല, 5ഓളം പഞ്ചായത്തുകൾ വനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. പല രീതിയിൽ വന്യജീവി അക്രമം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ആ ജനങ്ങൾ പകച്ചു പോവാണ്. കർഷകരെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സർക്കാരാണ്. വിലങ്ങാട് ദുരന്തം, അതിൻ്റെ ഇപ്പോഴും ആ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കാതെ മുന്നോട്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് പ്രവാസ ജീവിതം നോക്കൂ നിങ്ങൾ. ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലങ്ങളിലൊന്നാണ് നാദാപുരം. ആ പ്രവാസികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇക്കാലയളവിൽ പ്രഖ്യാപിക്കപ്പെട്ടോ? ഇല്ല. ഇപ്പം പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ അവിടെ വലിയ പ്രയാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, വിലങ്ങാട്ട് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഇടങ്ങളിലൊന്നുകൂടിയാണ് നാദാപുരം. വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ വർഷങ്ങൾ, ആരോഗ്യരംഗത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ വർഷങ്ങൾ, ഇതിനൊക്കെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഇത്തവണ ഉണ്ടാവുക തന്നെ ചെയ്യും. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ പ്രചരണത്തിനാണ് KM അഭിജിത്ത് മുന്നിട്ടിറങ്ങുന്നത്. നാദാപുരത്ത് വലിയ വിജയം ഉണ്ടാകുമെന്നും KM അഭിജിത്ത് നമ്മോട് പറയുന്നു. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.